ഞാൻ വെനീസിലെ ഗോണ്ടുല ലേക്ക് ഉണ്ട്, ഒരു ബ്രിഡ്ജ്, അതിനടുത്തൂടെ പോയിരുന്ന ഒരു കാലത്തെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. കനാലിനോട് ചേർന്ന് ബ്രിഡ്ജുകളുണ്ട്. ബ്രിഡ്ജ് ഓഫ് സൈ എന്നാണ് പറയുന്നത്. സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുവീർപ്പിന്റെ എന്നാണ്. അതൊരു പ്രണയവും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു വേടാണ്. അവിടെ നിന്നുകൊണ്ട് ആ ടൂറിസ്റ്റുകള് നമ്മള് പ്രിയപ്പെട്ടവരുടെ കൂടെ ആ കനാലിലൂടെ യാത്ര ചെയ്ത് ആ ബ്രിഡ്ജിനെ തൊട്ടടുത്ത് ചേർന്ന് നിന്ന് ചുംബിച്ചു കഴിഞ്ഞാൽ ആ പ്രണയം എന്നും ശാശ്വതമാവുമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ, നിരവധി ആളുകൾ അവിടെ വരികയും അവിടെ സമയം ചെലവഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ കോഴിക്കോട്ടെ കനോലി കനാല് ഇന്നും മണമായിക്കൊണ്ട് നിൽക്കുകയാണ്. കോഴിക്കോടിന്റെ കനോലി കനാലിനെ വൃത്തികേടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നല്ല മനോഹരമാണ് കാഴ്ചകൾ കാണാൻ. കോഴിക്കോടിന്റെ കനോലി കനാലിനെ മനോഹരമാക്കേണ്ടത് നമ്മളാണ്. 2026 നമുക്കൊരു പുതിയ തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത്. കോഴിക്കോടിന്റെ കനോലി കനാല് വൃത്തികേടാക്കുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും കനോലി കനാലിനെ മനോഹരമാക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ യാദൃശ്ചികമായാണ് ഈ ഭാഗത്ത് എത്തുകയും ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തത്.